ഹെഡ്സെറ്റ് മറക്കരുത് കേട്ടാ, ഇനി എന്നെ കുറ്റം പറയരുത്. അപ്പുറം കാർത്തിയാനി ചെയ്യുന്നത് ഇതുപോലെ തന്നെ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവരുന്നു, അവന് വീട്ടിൽ കെട്ടി 1 ആണ് 2 ആണ് 3 ആണ് ഇതിങ്ങനെ ഒരുമാതിരി ഇവർക്ക് ജയ് വിളിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു 10-15 റെഗുലർ കമന്റോടികൾ ഉണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങൾക്കറിയാം, നമ്മൾ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം നമ്മുടെ ലൈവുകളിലൂടെ നമ്മൾ ജനങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഒരു വ്യക്തിക്ക്, ഒരു സ്ത്രീക്ക് ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടെങ്കിൽ എങ്ങനെയെല്ലാം ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്ത്, ആളുകളെ പറ്റിച്ച്, ആളുകളിൽ നിന്ന് പണം തട്ടിച്ച്, ഹണി ട്രാപ്പ് നടത്തി, കുട്ടികളെ ഒരുപാട് അശ്ലീലം പറഞ്ഞ്, തെറികൾ വിളിച്ച്, നമ്മുടെ കണ്ണു പൊട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ ഒരു സ്ത്രീയെ പൊളിച്ചടക്കി ഈ സമൂഹത്തിന് എക്സ്പോസ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന ഒരുപാട് ലൈവും കാര്യങ്ങളുമായിട്ടാണ് നമ്മുടെ ചാനൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, ഇനി നമുക്ക് കുറച്ച് വീഡിയോകളിലൂടെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഈ സ്ത്രീയുടെ പേരോ ചാനൽ നെയിമോ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അറിയേണ്ടവർക്ക് എന്തായാലും നമ്മുടെ കമന്റ് സെക്ഷനിൽ അത് വരുമെന്ന് ഒരു സംശയവും വിചാരിക്കേണ്ട. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ്സുകൾ ഈ വീഡിയോയ്ക്ക് ഒരുപാട് ആവശ്യമാണ്. ഒരുപാട് ആളുകൾക്ക് അറിയുന്ന പ്രോബ്ലം ആയിരിക്കാം. അപ്പോൾ എല്ലാവരും നന്നായി കമന്റ് ചെയ്യുക. ഈ കമന്റുകളിലൂടെ ജനങ്ങളിലേക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് നമ്മൾക്ക് എത്തിച്ചു തന്നെ പറ്റത്തുള്ളൂ. അപ്പോ നമുക്കിപ്പോ ഈ ചേച്ചിക്ക് ഈ കഥാപാത്രത്തിന് ഞാൻ ചേച്ചി എന്നാ വിളിക്കാറ്. പക്ഷെ ഈ കഥാപാത്രത്തിന് നമുക്കൊരു പേരിടണം. നിങ്ങളെ ഗോഡ് ഫാദർ മൂവി കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം, കടപ്പുറം കാർത്തിയാനി. അപ്പോ ഈ ചേച്ചിയെ നമ്മൾ വിളിക്കാൻ പോകുന്നത് കിളിയക്കാവള കാർത്തിയാനി ചേച്ചി. അപ്പൊ ചേച്ചി വായിട്ടേച്ച് കിളിയക്കാവള കാർത്തിയാനി. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ ചേച്ചിക്ക് പേര് കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ കഥാപാത്രം. അപ്പൊ നേരിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരുപാട് സീരിയസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അടുത്ത ദിവസം നമ്മുടെ വീഡിയോകളിലൂടെ വന്നുകൊണ്ടിരിക്കും. വീഡിയോ കാണുന്ന എല്ലാവരും ഹെഡ്സെറ്റ് യൂസ് ചെയ്യുക. കാരണം ഈ ചേച്ചിയുടെ കുറേ കാര്യങ്ങൾ നിങ്ങളെ എനിക്ക് കേൾപ്പിക്കണമെങ്കിൽ സമൂഹത്തിൽ ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റാത്ത ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ടും കുട്ടികൾ വാച്ച് ചെയ്യാതിരിക്കുക. ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചേച്ചിയുടെ ഈ അടുത്ത കാലത്തായിട്ടുണ്ടായ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളും, ചേച്ചി എങ്ങനെയാണ് സമൂഹത്തിൽ ഒരു കാര്യം പ്രസന്റ് ചെയ്യുന്നത്, ഒരുപാട് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്ന് പറയുന്നു, ഇതെല്ലാം ചേച്ചി എങ്ങനെയാണ് വളർത്തി കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ് ഇതിൽ നിന്ന് പണം സമ്പാദിക്കുന്നത്, കുറേ കാര്യങ്ങൾ വിശദമായി തന്നെ, ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. സമൂഹത്തിൽ ഒരു വളരെയധികം നമുക്ക് പറയാനുണ്ടെങ്കിൽ ഒരു ന്യൂസൻസ് ആയി, അല്ലെങ്കിൽ സമൂഹത്തിന് ഒരുപാട് ദോഷങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സ്ത്രീയെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഇനിയും പൊളിച്ചടക്കാൻ പോകുന്നത്. എല്ലാ കാര്യങ്ങളിലേക്കും കടക്കുന്നതിന് മുമ്പ് തന്നെ ഹെഡ്സെറ്റ് മറക്കരുത് കേട്ടാ, ഇനി എന്നെ കുറ്റം പറയരുത്. എല്ലാ കാര്യങ്ങളിലേക്കും കടക്കുന്നതിന് മുമ്പ് തന്നെ ആ ചേച്ചി, നമ്മുടെ കാർത്തിയാനി ചേച്ചിയുടെ ഇന്നലത്തെ ലൈവിൽ നിന്നും ചേച്ചി സ്വയം വിശേഷിപ്പിക്കുക പുളിക്കുട്ടിയാണ്. അതുപോലെ പുളി തന്നെയാണ്, പുലിക്കുട്ടിയല്ല, പുളിക്കുട്ടിയാണ്. വളരെയധികം മോട്ടിവേഷണൽ സ്പീക്കറാണ്. ഈ സമൂഹത്തിന് ഞാൻ ഉദാരമായി സംഭാവന ചെയ്യുന്നു. അപ്പൊ ആ ചേച്ചിയുടെ ഇന്നലത്തെ സംഭാവനയിൽ നിന്നും ഒരു ചെറിയ ശബ്ദശകലം നിങ്ങളെ കേൾപ്പിക്കുകയാണ്. കാണിക്കാൻ പറ്റില്ല മക്കളെ, നമുക്ക് പണി കിട്ടും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് കേൾപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. എല്ലാവരും കേട്ടോ, ചെവി പൊട്ടിപ്പോകും, പക്ഷെ ശ്രദ്ധിക്കുക. ഇത് ചെറുതാണ്. ചേച്ചിയുടെ ഒരു നമുക്ക് പറയാണെന്നുണ്ടെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വേർഷനാണ്. ചേച്ചിയുടെ ഭാഷ എങ്ങനെയെന്നുള്ളതിന്റെ ഏറ്റവും സോഫ്റ്റ് വേർഷൻ. വളരെ കഠിനമായ കാര്യങ്ങൾ കേൾക്കണമെങ്കിൽ നിങ്ങൾ എന്റെ ലൈവുകൾ തന്നെ പോയി കേൾക്കുക. കാരണം ആ ലൈവിൽ ഒരുപാട് കാര്യങ്ങൾ കേൾപ്പിച്ചിട്ടുണ്ട്. ചേച്ചിനെ കുറിച്ച് ഇനി വീഡിയോകളിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കോ. കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം. നിന്നെ ഒരു ജോലിയും കളഞ്ഞ് റോഡ് നീളായിട്ട് ഓടിച്ചിട്ട് ഒരു നീ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്ത എനിക്ക് പേടിയാണ്. പോണമില്ലേ, നിന്റെ ചിന്ത എന്തുവാടാ? ഒരു പെണ്ണ് വന്ന് വീട് കയറി തല്ലാൻ വന്നിട്ടും, ഒരു പെണ്ണ് വന്ന് നീ ഈ വീട്ടിൽ കാണിച്ചു കൂട്ടിയത് എന്തെന്നും നീ എന്റെ കൈ കൊണ്ട് നക്കി തന്നിട്ട് നീ പോസ്റ്റ് ഇട്ട്, നിന്റെ ചിന്ത എന്തുവാടാ? നിന്റെ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ, വീണ്ടും അത് കണ്ടന്റ് ആക്കുന്നത് നിന്റെ മറ്റവള്. പിടിച്ചോ ചവളെടുത്തോളൂ അവളുടെ കയ്യിൽ പൈസയും വാങ്ങിച്ചിട്ട് നായിന്റെ മോനെ തന്തയില്ല ഡാഷ്. കംപ്ലൈന്റ് കൊടുത്ത് ഇനി ഉണ്ടാക്കി അവൻ മൂഞ്ചിക്കളയുന്ന പെണ്ണിന്റെ ജീവിതം തകർന്നിട്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ചേച്ചി സംസാരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഇത് ചേച്ചിയുടെ ഏറ്റവും മാന്യമായ ഭാഷയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഇന്ന് ഈ വീഡിയോ ഇടുമ്പോൾ ഇന്ന് വൈകുന്നേരത്തെ കോണ്ടന്റ് നമ്മളായിരിക്കും. അപ്പോൾ ഇപ്പോ ഈ വ്യക്തി തെറി വിളിക്കുന്നത് ഈ വ്യക്തി തന്നെ ഒരുപാട് ഞെട്ടിക്കുന്ന ന്യൂസുകളാണ്. അല്ലാതെ നമ്മൾ പറയുന്ന ഒരു ചെറിയ സോഷ്യൽ മീഡിയ ഇഷ്യൂ അങ്ങനെയൊന്നുമല്ല.
സോറി, കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും കേട്ടോ, പക്ഷെ കാര്യങ്ങൾ പറഞ്ഞു പോയാലേ ആളുകൾക്ക് മനസ്സിലാകത്തുള്ളൂ. കഴിഞ്ഞ 5-6 മാസങ്ങളായി ഈ വ്യക്തി ഒരു അമ്മയെയും കുഞ്ഞിനെയും ഫോക്കസ് ചെയ്ത് വീഡിയോസ് ഇടുന്നു. ഒരു കാരണമില്ലാതെ ആ കുട്ടി ഒരു ഷോർട്സ് ഇട്ട് ഡാൻസ് കളിച്ചു എന്ന് പറയുന്ന അശ്ലീലത്തിൽ തുടങ്ങി. ഞാൻ വളരെ മാന്യമായ രീതിയിലാണ് പുള്ളിക്കാരത്തെ ഇങ്ങനെയൊന്നുമല്ല പറയാ, ഒരുപാട് വൃത്തികേട് കലർത്തി ഒരു കുട്ടിയെ 10-11 വയസ്സുള്ള കുട്ടികളെ സമൂഹത്തിലേക്ക് വലിച്ചിട്ട് അശ്ലീലം പറയുക, തെറി പറയുക. അതായത് അങ്ങനെ പറഞ്ഞ് ഈ തെറി കേൾക്കാൻ വേണ്ടി വന്നു നിൽക്കുന്ന കുറച്ച്, നമ്മൾ പറയാന്നുണ്ടെങ്കിൽ ഞരമ്പ് രോഗികൾ എന്ന് തന്നെ പറയണം ഇവരുടെ ചാനലില്. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെയും നമുക്ക് അങ്ങനെ പറയാൻ തന്നെ പറ്റത്തുള്ളൂ. കാരണം അത്രമാത്രം കാര്യങ്ങളാണ് ഇവർ ഓൾറെഡി ഈ സമൂഹത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിപ്പോ ഈ ഒരു കുറച്ച് മാസങ്ങളായി തുടങ്ങിയ ഒരു പ്രോബ്ലം ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. മുമ്പുണ്ടായിരുന്ന ഇവരുടെ ഒരു ചാനല് ഇവരുടെ ഈ സ്വഭാവം കാരണം തന്നെ പർപ്പസ്ഫുള്ളി സ്ട്രൈക്ക് അടിച്ച് കളഞ്ഞ് അത് പോയി. അങ്ങനെ കുറച്ച് നാളത്തേക്ക് ശല്യം കുറവായിരുന്നു. വീണ്ടും ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും ഈ സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ എങ്ങനെ തന്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം, അവരെടുത്ത ഏറ്റവും എളുപ്പ വഴിയാണ് നല്ല മക്കളെ നോക്കി കണ്ടുപിടിച്ച് അവരെ പച്ചത്തെറി പറഞ്ഞ് അവരെ അശ്ലീലം പറഞ്ഞ്, അതൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത് കേൾക്കണം. ഇവരെന്താണ് സൈസ് എന്ന് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ലൈവുകളിൽ പോവുക, വീഡിയോയിൽ അത് കേൾപ്പിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഏതെങ്കിലും ചെറിയ കുട്ടികളൊക്കെ അത് കേൾക്കുവാണെന്നുണ്ടെങ്കിൽ അജാതി തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറി തന്നെയാണ്. ഇപ്പൊ ഈ കാര്യം ഞാൻ വന്ന് പറയുവാണ്, കുട്ടികളെ ഒരുപാട് മോശമായി ചിത്രീകരിച്ച് അത് ഭയങ്കര എക്സ്ട്രീം ലെവൽ ആയി കഴിഞ്ഞപ്പോഴാണ് ഞാനൊക്കെ ലൈവ് വീഡിയോസ് ആയിട്ട് ഈ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിയത്. കാരണം എത്രമാത്രം നമുക്ക് കേട്ടിരിക്കാൻ പറ്റും. സത്യത്തില് ഇവര് പറയുന്ന ഈ തെറി കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, എങ്ങനെ ഒരു സ്ത്രീ ആയിട്ട്, പ്രത്യേകിച്ചും ഇവരൊരു അമ്മയാണ്, ഒരു കുട്ടി 15 വയസ്സായ കുട്ടിയുടെ ഒരു അമ്മയാണ്. ഈ അമ്മയ്ക്ക് എങ്ങനെ ഈ സമൂഹത്തിൽ വന്നിട്ട് ഒരു നാണവും മാനവും ഇല്ലാതെ മറ്റു ആളുകളുടെ കുട്ടികളെ ഇത്രമാത്രം അശ്ലീലം പറഞ്ഞ്, ഇപ്പൊ ഞാനിപ്പോ ഇത് പറഞ്ഞാൽ പറയും എന്റെ കുട്ടിയെ മോശം പറഞ്ഞ ആളുകളുടെ മക്കളെയാണ് ഞാൻ പറഞ്ഞത്. അതിന് ഏറ്റവും വലിയ തെളിവാണ് ജൂൺ 6-ാം തീയതി പച്ചത്തെറി വിളിച്ചുകൊണ്ട് ഇവരിട്ട ഒരു വീഡിയോ. ഒരു കാരണവശാലും ഞാൻ ഒരിക്കൽ പോലും എന്താ പറയാ, തെറിയെന്ന് പറയുന്ന കാര്യം എസ്പെഷ്യലി നമ്മുടെ മക്കളെ നമ്മളൊന്നും ഒരിക്കലും അങ്ങനെ പറയത്തില്ല. പക്ഷെ ഇവരെ ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇവർ വന്ന് പറയുന്ന ഒരു കാര്യമാണ് ഈ എന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞു. ഒരിക്കലും അങ്ങനെയല്ല. 5-6 മാസങ്ങളായി കണ്ടിന്യൂസ്ലി ഇവര് കുട്ടികളോട് ചെയ്യുന്ന അബ്യൂസ്, ഈ സമൂഹത്തിനോട് ചെയ്യുന്ന ഈ ചതികൾ മനസ്സിലാക്കി അതിനെതിരെ തുറന്നു പറയാൻ വേണ്ടി മുന്നോട്ട് ഇറങ്ങിയത് തന്നെയാണ്. ഇനി അതിൽ നിന്ന് ഒരു അട്ടേ പോലും പിന്നോട്ട് പോകുന്നില്ല. ഈ കാര്യത്തിന് ഒരു തീരുമാനമാക്കിയിട്ട് മാത്രം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ കുട്ടികളെ തെറിവിളിയും ഈ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും. ഒരിക്കലും അങ്ങനെയല്ല. ഒരു ദിവസത്തിൽ തന്നെ ഒരു ജോലിയും ചെയ്യുന്നില്ല കേട്ടോ, സുഖമായി കയറി കുത്തിയിരുന്ന് യൂട്യൂബില് അശ്ലീലം വിളിക്കുന്ന പല ചാനലുകളിലൂടെ ലൈവുകളൊക്കെ ഇട്ട് അശ്ലീലം വിളിച്ച ആളെ കുട്ടി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല. യൂട്യൂബിലെ ലൈവുകൾ ഇടുമ്പോൾ ഇവരുടെ നമ്പറുകൾ യൂട്യൂബിൽ ആഡ് ചെയ്യുന്നു. ഓക്കെ, പരസ്യമായിട്ട് പറയുകയാണ് എന്റെ നമ്പർ ഇങ്ങനെയാണ് എന്ന് പറയുന്നു. പിന്നീട് അവർ ഇതിന്റെ പുറകിൽ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഇനിഷ്യേറ്റ് ചെയ്യുന്നു. ആദ്യമായി ഈ വ്യക്തിയെ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും പെട്ടെന്ന് മനസ്സിലാകില്ല. കാരണം ഏതെങ്കിലും ഒരു കുട്ടിയെയോ അവരുടെ ഫാമിലിയോ എടുത്തുകൊണ്ട് വെച്ചിട്ട് എങ്ങനെ പറയുവാണ് അവർ മോശമാണ്, അവരിങ്ങനെയാണ്, ആ കുട്ടീനെ നിങ്ങൾക്കറിയോ, നിങ്ങൾ വിചാരിക്കുന്ന ലെവലിലുള്ള അബ്യൂസ് അല്ല ഇവരുടെ ചാനലിലൂടെ നടക്കുന്നത്. എന്നെയൊക്കെ അതിശയിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്രയും വൃത്തികേട് പറഞ്ഞുകൊണ്ട് ഇത്രയും മാത്രം കുട്ടികൾ അബ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ, ഒരു സ്ത്രീയുടെ ചാനലിന് താഴെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മിക്കവാറും ഫേക്ക് ഐഡികളാണ്. അതിൽ ചില ആളുകൾ നമുക്ക് അറിയാം. ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവർക്ക് ജയ് വിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു 10-15 റെഗുലർ കമന്റോടികളുണ്ട്. അവരങ്ങനെ തന്നെ പറയണം. കാരണം മക്കളെ കുറ്റം പറയുന്ന എടുത്തു പോയി അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ മാനസിക നില അത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോ ഈ വ്യക്തി ഇതുപോലെ പബ്ലിക്കായി സ്വന്തം നമ്പറുകൾ കൊടുക്കുന്നു. ഇതാണ് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്ത് ഏറ്റവും വലിയ, നമുക്കൊക്കെ പേടി തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഈ സ്ത്രീ ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നത്. അങ്ങനെ നമ്പറുകൾ കൊടുക്കുന്നു. അങ്ങനെ നമ്പറുകൾ കൊടുക്കുന്നത് വഴിയായി ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും ഒരു വ്യക്തിയെ ഈ സ്ത്രീ പരിചയപ്പെടുകയാണ്. ഒരു ആണിനെ പരിചയപ്പെട്ടു, അങ്ങനെ തന്നെ വിചാരിക്കാം. പിന്നീട് കഴിഞ്ഞ 1 മാസം അത്രേ ആയിട്ടുള്ളൂ ഈ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടിട്ട്. ഇപ്പൊ ആ അണ്ണന്റെ പേര് നമ്മളിവിടെ പറയുന്നില്ല തൽക്കാലം, അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് നമ്മൾ പറയും. അങ്ങനെ ആ വ്യക്തിയെ പരിചയപ്പെടുന്നു. ആ വ്യക്തി
മാരീഡ് അല്ലാത്തൊരു പേഴ്സൺ ആണ് എന്ന് പറയുമ്പോ നമ്മുടെ ഈ കളിയക്കാവുള്ള കാർത്യാനി ചേച്ചി എത്ര കെട്ടിയെന്ന് ചേച്ചിക്ക് പോലും അറിയില്ല. 1 2 3 ഇതിങ്ങനെ ഒരുമാതിരി എത്ര വിരലുകളുണ്ടോ അത്രമാത്രം ചേച്ചി കെട്ടുകയും പോയി കൂടെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ചേച്ചി പല ലൈവുകളിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരു നമ്പർ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് ഹണി ട്രാപ്പുകൾ, ഒരുപാട് ആണുങ്ങളെ പെടുത്തിക്കൊണ്ട്, അപ്പൊ അതിനുള്ള തെളിവുകളാണ് നമ്മൾ പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്ത് കേൾക്കണം എന്ന് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ ഈ വ്യക്തിയെ പരിചയപ്പെടുന്നു. ഈ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കാത്ത കാരണം, ഒരു കല്യാണം കഴിക്കുന്നില്ലേ, അങ്ങനെ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ചേച്ചി അങ്ങോട്ട് ഇനീഷ്യേഷൻ എടുക്കും ഓരോ കാര്യങ്ങൾക്ക്. അത് അവസാനം ചേച്ചി ചോദിക്കുവാണ്, കല്യാണം കഴിക്കാൻ പെണ്ണിനെ കിട്ടില്ല എന്നോ അങ്ങനെ എന്തോ സ്റ്റേറ്റ്മെന്റ് അയാൾ പറയുമ്പോൾ ചേച്ചി പറയുവാണ്, ഞാൻ മതിയോ എന്ന് തുടങ്ങും. ഇവിടെ നിങ്ങളെ പ്രത്യേകം നോട്ടീസ് ചെയ്യണം, താൻ ഒരിക്കലും കല്യാണം കഴിച്ചിട്ടില്ല എന്നൊരു വ്യക്തി വെളിപ്പെടുത്തുമ്പോൾ ചേച്ചി അവിടെ ഒരു ഓഫർ ഇടുകയാണ്, ഞാൻ റെഡി, എന്നെ കെട്ടിക്കോ. അവിടെ നിന്ന് തുടങ്ങുന്നു ആ ചെറുപ്പക്കാരന്റെ ആ വ്യക്തിയുടെ, ഐ തിങ്ക് ഹീസ് 40 years old ആണെന്ന് തോന്നുന്നു, അയാളുടെ കഷ്ടകാലം എന്ന് പറയണം. അയാളെ കുടുക്കി അയാളെ കല്യാണം കഴിക്കാം. പിന്നീടുള്ള ചേച്ചിയുടെ ലൈവുകൾ, അയാളുമായുള്ള കല്യാണം, ഈവൻ എന്താ ഹണിമൂണും ഫസ്റ്റ് നൈറ്റും എന്ന് വേണ്ട, ഞാൻ പറഞ്ഞില്ലേ അശ്ലീലം മാത്രം വാരി വിതറിക്കൊണ്ട് ഒരുപാട് ലൈവുകൾ. ആ ലൈവുകളൊക്കെ പുള്ളിക്കാരത്തി ഇപ്പോൾ ഹൈഡ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആർക്കും അത് ഇപ്പൊ പോയി കഴിഞ്ഞാൽ മിക്ക ലൈവുകളും അവിടെ കാണാൻ കഴിയത്തില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ ഓരോ വാക്കിലും ഒരുപാട് കള്ളങ്ങൾ പറയുന്ന ഒരു സ്ത്രീയാണ്. വീഡിയോ ചുരുക്കാൻ വേണ്ടി ഞാൻ പറയുന്നു, ജൂൺ 8 ഈ വ്യക്തി ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്നു. ആ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. ആ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പറയുകയാണ്, കാരണം അന്നാണ് കല്യാണം എന്നാണ് ഈ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് പറയുന്നു, എല്ലാം മംഗളമായി നടന്നു, ഇനിയും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു യാത്രയിലാണ് എന്ന് പറഞ്ഞ് പിന്നീടുള്ള തുടർന്നുള്ള ലൈവുകളിൽ സിന്ദൂരം തൊട്ട് താലി കെട്ടിയ ആ ഒരു ചരടൊക്കെ കെട്ടി ഇട്ട് വന്ന് പുള്ളിക്കാർത്തി കണ്ടിന്യൂസ്ലി ലൈവുകളാണ്. ഈ സമൂഹത്തെ പൊട്ടന്മാരാക്കിക്കൊണ്ട് മണ്ടന്മാരാക്കിക്കൊണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞു, ഞാനും പുള്ളിക്കാരും ഭയങ്കര ഹാപ്പിയാണ് എന്ന് പറയുന്നു. ഇവിടെ നിങ്ങൾ മറന്നു പോകാത്ത ഒരു വ്യക്തി, അതായത് ഈ വ്യക്തിയുടെ മകള് 15 year old, ആ കുട്ടി എന്ന് പറയുന്നത് വെറും 11ാം ക്ലാസ്സിൽ അത്രേ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഇവിടെയാണ് എനിക്കൊക്കെ ഒരു അമ്മ എന്ന നിലയിൽ ഒരുപാട് വിഷമം തോന്നിയ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. കാരണം സ്വന്തം അമ്മ കാണുന്നിടത്തൊക്കെ പോയി നടന്ന്, കാരണം ഇവരെ ഒരു ലോഡ്ജില് ഇവര് ലൈവ് ഇട്ടുകൊണ്ടിരിക്കുമ്പോ പരസ്യമായി ഈ വ്യക്തിയുടെ കൂടെ കല്യാണത്തിന് മുമ്പ് പിടിക്കുന്നു. അന്ന് ഈ വ്യക്തി പറയുന്നു, ഞങ്ങൾ ഓൾറെഡി കല്യാണം കഴിഞ്ഞതാണ്. അപ്പൊ അവിടെ പറയുന്നുണ്ട്, ഞങ്ങൾ കല്യാണം കഴിഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ലോഡ്ജിൽ നിന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വന്തം മകള്, അവരെ പർപ്പസ്ഫുള്ളി അവോയ്ഡ് ചെയ്ത് ഈ മകള് വളരുന്നത് ഇവരുടെ ചേച്ചിയുടെ വീട്ടിലാണ്. പക്ഷെ ഇവർ ഒരിക്കലും ചിന്തിക്കുന്നില്ല, ഇവർ വന്ന് പറയുന്ന വൃത്തികേടുകളും അപരാധങ്ങളും കുട്ടികളെ വിളിക്കുന്ന തെറികളും കാര്യങ്ങളും സ്വന്തം മകള് ഒരു നിലയ്ക്കല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും, ലിസൺ ചെയ്യുന്നുണ്ടായിരിക്കും. ഇവരവിടെ ഒരു അമ്മ എന്ന ആ ഒരു കാര്യം ഇവർ മറന്നു പോകുന്നു. ഇവർ ഓൺലി ഇവരുടെ കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്ത് വളരെ സ്വാർത്ഥയായ ഒരു അമ്മ എന്ന് പറയണം. അതിനുവേണ്ടി 8 കല്യാണം എന്നൊക്കെ നമ്മളോട് ഒരുപാട് നുണകളും പറയുന്നു. അങ്ങനെ വീണ്ടും ലൈവുകളൊക്കെ ഇട്ട് കല്യാണം കഴിഞ്ഞിട്ടുള്ള ലൈവുകളും കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു യൂട്യൂബർ ഇവരുടെ കാര്യങ്ങൾ പൊളിച്ചടക്കിക്കൊണ്ട് സത്യങ്ങൾ ഈ സമൂഹത്തോട് കഴിഞ്ഞ മാസം 15 ഇവരുടെ കള്ളങ്ങൾ പൊളിച്ചടക്കി എന്ന് തന്നെ പറയണം. ആ കല്യാണം കഴിച്ച വ്യക്തിയുടെ വീട്ടിൽ പോകുന്നു, കാര്യങ്ങൾ അറിയുമ്പോൾ ഒരിക്കൽ പോലും ഇവര് തമ്മിൽ കല്യാണം കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ആലോചിക്കണം, ഈ സമൂഹത്തെ പറ്റിച്ചുകൊണ്ട് മൾട്ടിപ്പിൾ ലൈവ് ഒരു ദിവസം ഇട്ട് നമ്മളോട് പറയുവാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞു എന്ന്. എന്നിട്ട് ഈ കല്യാണം കഴിഞ്ഞ രീതിയിലുള്ള ഇവരുടെ പെരുമാറ്റങ്ങളും വാക്കുകളും എല്ലാ കാര്യങ്ങളും ലൈവുകളിലൂടെ, എസ്പെഷ്യലി ഇവരെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നിൽക്കുന്ന ഇവരുടെ പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ട് എങ്ങനെ ഒരു സ്ത്രീക്ക് ഈ സമൂഹത്തിൽ വന്ന്, ഞാൻ ചോദിക്കുവാണ്, ഇത്രമാത്രം അഭിനയിക്കാൻ കഴിയും, ഇത്രമാത്രം ആളുകളെ ചീറ്റ് ചെയ്യാൻ കഴിയും? ഈ ഒരുപാട് കാര്യങ്ങൾ, ഇനി പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. ഇതിന്റെ ഇടയിലാണ് ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വീണ്ടും പറയുന്നു കല്യാണം മുടങ്ങാൻ കാരണം സ്വന്തം മകൾ. ഇവര് കൃത്യമായി ഇവര് പറയുന്ന ഒരു വോയിസ് മെസ്സേജ് ഉണ്ട്, അത് ഞാൻ കേൾപ്പിക്കാം. കാരണം ഞാൻ പറഞ്ഞിട്ട് നാളെ ഇവർ ഒന്നും പറയരുത്, ഇങ്ങനെ എല്ലാ കാര്യം ഇത് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും എന്താണ് ആ കുട്ടിയുടെ ലൈഫിൽ സംഭവിച്ചത്. ഇവര് കാരണം, ഇവരെ പോലെ തോന്നിവാസിയായി നടക്കുന്ന ഒരു അമ്മ കാരണം. വോയിസ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം, എന്നാൽ മാത്രമേ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ.
നമ്മളെല്ലാവരും അറിഞ്ഞത്. ഇവന്റെ പ്രശ്നം ഞാൻ ഈ ഒരു അവസ്ഥയിൽ എന്റെ മകൾക്ക് പ്രയോറിറ്റി കൊടുത്തു. എന്റെ മകൾക്ക് സുഖമില്ലാത്തൊരവസ്ഥയിൽ എന്റെ മകൾക്ക് ഞാൻ പ്രിയോറിറ്റി കൊടുത്തു. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. മനസ്സിലായോ? ഞാൻ ചെയ്ത തെറ്റതാണ്. ഇനി അത് കഴിഞ്ഞുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ഇവൻ ഞാൻ എന്ത് സ്നേഹമാണ് നീ അനുഭവിച്ചത്? എന്റെ മോള് കയ്യെടുത്തതിനേക്കാൾ വലുതാണോ നീ അനുഭവിച്ചത്? എന്റെ മോളുടെ കയ്യെടുത്തതിനേക്കാൾ വലുതാണോ കുറിച്ചതിനേക്കാൾ വലുതാണോ നീ അനുഭവിച്ചത്? നിന്നോട് ഞാൻ എന്തൊക്കെ എന്താ പറഞ്ഞത്? നമ്മുടെ കല്യാണം നടക്കും, നീ ഒന്ന് വെയിറ്റ് ചെയ്യുന്നതിനെ പറഞ്ഞോളൂ. എനിക്കൊരു മനസ്സമാധാനം താന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. എല്ലാം തികഞ്ഞതൊന്നല്ല. എന്റെ മോളുടെ പറ്റി ഒരു കുറ്റമോളായിട്ട് എന്നെ കുറിച്ച് ചാവണമെന്നാണോ നീ പറയുന്നത്? അപ്പോ ഈ വോയിസ് കുറച്ചും കൂടിയൊക്കെ ഉണ്ട്. പക്ഷെ ഇത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ കുട്ടി ഒരുപാട് മെന്റൽ സ്ട്രെസ്സിലൂടെ കടന്നുപോയി എന്ന് തന്നെ പറയാം. സ്വന്തം അമ്മയുടെ ഈ പ്രവൃത്തികൾ കാരണം, സ്വന്തം അമ്മ ഈ സമൂഹത്തിൽ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾ കാരണം ഒട്ടും എന്താ പറയാ ആ പ്രഷർ സഹിക്കവയ്യാതെ ഈ കുട്ടി ഒരു അബദ്ധം കാണിച്ചു എന്ന് തന്നെ പറയാം. കൈഞ്ഞരമ്പ് മുറിച്ചു അല്ലെങ്കിൽ കൈഞ്ഞരമ്പ് അറുത്തു എന്ന് ആ വ്യക്തി തന്നെ പറയുന്ന വോയിസുകൾ നമുക്ക് കൃത്യമായി കേൾക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും സംസാരിക്കാനുണ്ട് നമ്മുടെ അടുത്ത വീഡിയോകളിലൂടെ. അതിന് പോകുന്നതിന് മുമ്പ് തന്നെ ഈ വ്യക്തി ചെയ്ത വളരെ എന്താ പറയാ വളരെ സിവിയർ ആയിട്ടുള്ള ഒരു ക്രിമിനൽ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ വ്യക്തിയെ സ്വന്തം വീട്ടിൽ ഇവരുടെ വീട്ടിൽ പൂട്ടിയിടുന്നു, തടങ്കലിൽ പാർപ്പിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കിപ്പം മനസ്സിലാകുന്നുണ്ടാകും എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ കളിയക്കാവിള കാർത്യാനി എന്ന് ഞാൻ വിളിക്കുന്നത്. നമ്മൾ ഗോഡ് ഫാദർ എന്ന് പറയുന്ന മൂവിയിലേക്ക് തിരിച്ചു പോകുമ്പോൾ എന്താണ് കടപ്പുറം കാർത്യാനി ചെയ്യുന്നത്? ഇതുപോലെ തന്നെ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവരുന്നു, അവൻ വീട്ടിൽ കെട്ടിയിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അവക്കും ഒരുപാട് ഇതുപോലെ അവിഹിതങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഏകദേശം അത് തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. ഇവിടെ പോലീസ് വന്ന് വീട്ടിൽ നിന്ന് റിലീസ് ചെയ്യേണ്ടി വരുന്നു, അവിടെ ഗുണ്ടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഗോഡ് ഫാദറൊക്കെയാണ് വന്ന് സേവ് ചെയ്യുന്നത്. അങ്ങനെ ആ മനുഷ്യനെ റിലീസ് ചെയ്യാൻ പോലീസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇനിയും അടുത്ത വീഡിയോകളിലൂടെ. ഈ വീഡിയോ നീണ്ടുപോകുന്നത് കാരണം ആരും മറക്കാതെ കമന്റ്സ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. കാരണം ഈ വ്യക്തിയെ കുറിച്ച് നമ്മുടെ സമൂഹം ശരിക്കും മനസ്സിലാക്കേണ്ടതിന് ഒരുപാട് ആവശ്യകതയുണ്ട്. ഇനിയും ഒരാൾക്കും ഇനി ഇവരുടെ പണം തട്ടിപ്പ്, ഇവരെ ഞാൻ പറഞ്ഞില്ലേ ഹണി ട്രാപ്പ്, അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ നമ്മൾ വന്നിരിക്കും. അപ്പൊ കമന്റുകൾ കൃത്യമായി രേഖപ്പെടുത്തുക. ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും സമൂഹം അറിയണം. ഇനിയും മറ്റൊരു വ്യക്തി ഇവരുടെ ചതിയിൽ വീഴാൻ പാടില്ല. അപ്പൊ ഒരുപാട് ഇന്നത്തെ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. ഞാൻ ഇനിയും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസുമായി മസ്റ്റായിട്ടും ഞാൻ തിരിച്ചു വന്നിരിക്കും. കാരണം ഇന്നലെ പോലും ഇവർക്ക് ഒരു വ്യത്യാസവുമില്ല. ആളുകളെ തെറിവിളിച്ച് കള്ളത്തരം വീണ്ടും പ്രചരിപ്പിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്ന ലൈവുകൾ അത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് വേണ്ടി നമ്മൾ ലീഗലായിട്ടും ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്. അപ്പൊ മറ്റൊരു വീഡിയോയുമായി തിരിച്ചു വരും വരെ എല്ലാവർക്കും ടാറ്റാ ബൈ.